നമസ്കാരം. നമ്മുടെ ബേപ്പൂർ എം.എൽ.എയും നമ്മുടെ മുൻ മന്ത്രിയും ഒക്കെ ആയിരുന്ന മരുമോനെന്ന് എതിരാളികൾ പരിഹസിക്കുന്ന മുഹമ്മദ് റിയാസ് ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു വൈകാരികമായ കുറിപ്പ് ഇട്ടിരുന്നു. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനായ കേരളത്തിൻ്റെ ശക്തനായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ആദ്യം തന്നെ തുടങ്ങുന്നത് ഒരു ഇരവാദത്തിലാണ്. മുണ്ടയിൽ കോരൻ്റെ മകനായതുകൊണ്ടാണ് പിണറായി വിജയനെ അംഗീകരിക്കുവാൻ എല്ലാവർക്കും മടി. അടിസ്ഥാനപരമായിട്ട് പിണറായി വിജയന് നേരെ വരുന്ന വിമർശനങ്ങളെ പരാമർശിച്ചാണ് അദ്ദേഹം ആ ഒരു ഇരവാദം ഉന്നയിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും ശ്രീ പിണറായി വിജയൻ്റെ പിറന്നാളായിരുന്നു ഈ കഴിഞ്ഞ ദിവസം. മിനിഞ്ഞാന്നായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം അന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, പ്രത്യേകിച്ച് അന്നത്തെ ദിവസം ഒരു പിറന്നാളാശംസ നമ്മളെപ്പോലുള്ളൊരു ദേശീയവാദിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ സന്തോഷമൊന്നും ഉണ്ടാകില്ല എന്ന് തത്വമയി ന്യൂസിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് തത്വമയി ന്യൂസിൻ്റെ ന്യൂസ് ഡെസ്കിൽ നിന്ന് അദ്ദേഹത്തിനൊരു പിറന്നാൾ ആശംസകളോ അല്ലെങ്കിൽ നമ്മുടെ ഈ മോഹൻലാലിൻ്റെയൊക്കെ ജന്മദിനത്തിൽ ഈ ചില ഫാൻസ് ചെയ്യുമല്ലോ, ഒരു ട്രിബ്യൂട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ഫാൻ വീഡിയോ, വളരെ ഒരു പ്രണവ് എന്നൊരു വ്യക്തി ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. വളരെ അതിമനോഹരമായൊരു ട്രിബ്യൂട്ടായിരുന്നു. അതൊരു 3 വർഷങ്ങൾക്ക് മുമ്പാണ് അത് പുറത്തു വന്നത്. അത്തരത്തിലൊരു വീഡിയോ ചെയ്യേണ്ട കാര്യമൊന്നും അദ്ദേഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കില്ലതാനും. എന്നാലും ഇപ്പോൾ പരാമർശിക്കുവാനുള്ള കാര്യം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെന്നുള്ള ഒരു വസ്തുത മുൻനിർത്തിയാണ്. മുഹമ്മദ് റിയാസിൻ്റെ ഈ ഒരു ഇരവാദത്തിൽ തുടങ്ങുന്ന ഈ ഒരു പിറന്നാൾ ആശംസയൊന്ന് പരിശോധിച്ചാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, മുഹമ്മദ് റിയാസ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ വിശ്വസിക്കുന്ന, മുഹമ്മദ് റിയാസ് പിന്തുണയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. അടിസ്ഥാനപരമായി 10 വർഷങ്ങൾ നീണ്ട ഭരണത്തിൽ പിണറായി വിജയൻ വളരെ ജാജലമാന്യമായൊരു ഭരണമാണ് കേരളത്തിൽ കാഴ്ചവെച്ചത്. കേരള ജനതയ്ക്ക് അദ്ദേഹം എല്ലാം വാരിക്കോരി നൽകി, കേരളത്തിലൂടെ തേനും പാലും ഒഴുക്കി. എന്നിട്ട് പോലും നന്ദിയില്ലാത്ത കേരള ജനത പിണറായി വിജയനെ മുണ്ടയിൽ കോരൻ്റെ മകനായതുകൊണ്ട് മാത്രം, ഒരു ജാതി വ്യവസ്ഥ മുൻനിർത്തി മാത്രം പരാജയപ്പെടുത്തി വീട്ടിലിരുത്തുവാൻ ശ്രമിച്ചു. 6 റൗണ്ടിൽ പിണറായി വിജയൻ്റെ മുട്ടെടുപ്പിച്ച് വീട്ടിലിരിക്കേണ്ടി വരുമെന്നുള്ളൊരവസ്ഥ ഉണ്ടായേക്കും തനിക്ക് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൽ ഉണ്ടാക്കി എന്നുള്ള ഒരു സൂചനയാണ് മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകുന്നത്. സത്യം നമുക്ക് പരിശോധിക്കേണ്ടി വന്നാൽ 10 വർഷങ്ങൾ പിന്നിലേക്ക് പോകേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഓരോ നേട്ടങ്ങൾ ഡബിൾ കോട്ട്സിലാണ് ഞാൻ പറയുന്നത്. ഈ നേട്ടങ്ങളും പരിശോധിച്ചാൽ വീണ്ടും നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുകയും അല്ലെങ്കിൽ കുറയുകയും ഒക്കെ ചെയ്യും കേരള ജനതയ്ക്ക്. കാരണം ഈ കാരണഭൂതൻ്റെ അത്ര ഉജ്ജ്വലമായൊരു ഭരണമായിരുന്നല്ലോ കേരളത്തിൽ നടമാടിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു 40 വണ്ടികളുടെ ഒരു പാറ്റൻ ടാങ്കും ഒക്കെയുള്ള ഒരു പടപ്പുറപ്പാട് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വരെ ഉള്ള കാര്യങ്ങൾ നമുക്കിങ്ങനെ ഓർത്തെടുക്കേണ്ടി വരും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷ നേതാവായ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തെ സംബന്ധിച്ചാണ്. അത് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഹമ്മദ് റിയാസിൻ്റെ ഈ ഇരവാദ പോസ്റ്റ് നാം വായിച്ചെടുക്കേണ്ടത്. കാരണം അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജാതിയില്ല, മതമില്ല, ബുദ്ധിയില്ല, വിവരമില്ല തുടങ്ങിയ പല അവകാശവാദങ്ങളും നമ്മുടെ ജയ്ക്ക് മുതൽ മുകളിലേക്കുള്ള ഗോവിന്ദൻ വരെ, എം വി ഗോവിന്ദൻ വരെ ഉന്നയിക്കാറുണ്ട്. അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുണ്ടയിൽ കോരൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിനെ പല ജില്ലാ കമ്മിറ്റികളിലൊക്കെ രൂക്ഷമായ വിമർശനമാണ്. ഈ പറയുന്ന പോലെ കരണക്കുറ്റി നോക്കി അടിക്കുന്നതിൽ കുറഞ്ഞുള്ള എല്ലാ പ്രക്രിയകളും അവിടെ നടക്കുന്നുണ്ടെന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമൊന്നുമില്ല. അടിസ്ഥാനപരമായിട്ട് ഇത്രയും വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചാലും ആത്യന്തികമായി പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ വരും. രാജിവെക്കണമെന്നൊക്കെ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു. കുണ്ടന്നൂർ ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു ആവശ്യമുയർന്നു. തിരുവനന്തപുരം ചാടിച്ചവിട്ടി, കണ്ണൂർ ഓടിവെട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായി പിണറായി വിജയൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഈ ഒരു വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ തീക്ഷ്ണത വളരെയധികമായിരുന്നുവെങ്കിൽ ആ വിമർശനങ്ങൾ കമ്മിറ്റികൾ വിട്ട് പുറത്തേക്ക് വരാതിരിക്കുവാനുള്ളൊരു തട കൂടിയാണ് ഈ ഇരവാദ പോസ്റ്റ്. ഇനി ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ പാർട്ടി വിട്ട് പുറത്ത് വന്ന കുഞ്ഞികൃഷ്ണനെ പോലുള്ളവരോ ടി വി ഗോവിന്ദനെ പോലുള്ളവരോ പുതിയ കുഞ്ഞികൃഷ്ണന്മാരുണ്ടായി വന്ന് പിണറായി വിജയനെതിരെ പരസ്യമായൊരു ആരോപണം ഉന്നയിച്ചാൽ അടിസ്ഥാനപരമായിട്ടും അവർ വല്ലോ നമ്പ്യാരോ നായരോ ആണെങ്കിൽ അവരുടെ കഷ്ടകാലത്തിന് പറയാം, നമ്പ്യാർ സമുദായത്തിൽപ്പെട്ട ആളാണവർ, നായരാണ്, മുണ്ടയിൽ കോരൻ്റെ മകൻ പ്രതിപക്ഷ നേതാവായതിലുള്ള അസഹിഷ്ണുതയാണ് ഈ കാണിക്കുന്നത് എന്ന് പറയുവാനുള്ളൊരു മുന്നൊരുക്കം കൂടിയാണ് ഈ പോസ്റ്റ് എന്ന് മാത്രം കണ്ടാൽ മതി. അടിസ്ഥാനപരമായിട്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിൽ പിണറായി വിജയന്
മുഹമ്മദ് റിയാസിന്, വീണ വിജയന്, അദ്ദേഹത്തിൻ്റെ മറ്റ് കുടുംബാംഗങ്ങൾക്ക്, ഇവർക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ടാകും. അവർക്കെല്ലാവർക്കും ശേഷം, അല്ലെങ്കിൽ അവർക്കെല്ലാവർക്കും ഒപ്പമോ സന്തോഷിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായത് വളരെയധികം നന്നായി. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അദ്ദേഹത്തെ തന്നെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്ത ദിവസം തന്നെ പ്രേക്ഷകരുമായി എൻ്റെ ഒരു സന്തോഷം ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെങ്കിലും ഒരു തരത്തിൽ രക്ഷപ്പെട്ട് തിരിച്ചു വരുമോ എന്നുള്ളൊരു ഭയം എന്നിലുണ്ടായിരുന്നു. ഇസ്ലാമിക ഭീകരവാദം പോലെ തന്നെ, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ ലോകത്ത് ഇല്ലാതാക്കപ്പെടേണ്ട ഒരു സിദ്ധാന്തമാണ് ഈ കമ്മ്യൂണിസം എന്നുള്ള സിദ്ധാന്തം. ഏതെങ്കിലും ഒരു തരത്തിൽ കേരളത്തിൽ ഇവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം എന്നിലുണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ്റെ തിരഞ്ഞെടുപ്പോടുകൂടി, പ്രതിപക്ഷ നേതാവായിട്ടുള്ള തിരഞ്ഞെടുപ്പോടുകൂടി ആ ഭയം എന്നിൽ നിന്ന് ഏറെക്കുറെ അകന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായിരുന്നു എൻ്റെ സന്തോഷത്തിൻ്റെ കാര്യം. കാരണം അദ്ദേഹം ഈ പാർട്ടിയെ അതലപാതാളത്തിലേക്ക് കൊണ്ടിട്ട് കുഴിച്ചു മൂടിക്കൂടും. പക്ഷേ ഒരു ചെറിയ പ്രശ്നം അവിടെ കിടപ്പുണ്ട്. വി ഡി സതീശനുമായി ബന്ധപ്പെട്ടാണ് അത് അവിടെ കിടക്കുന്നത്. കാരണം വി ഡി സതീശൻ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭരണമികവ് തെളിയിക്കേണ്ടി വരും. ഓരോ അളവുകോലുകൾ ഉണ്ടാവും. ഇന്ന കാര്യത്തിൽ അദ്ദേഹം എന്ത് തീരുമാനമെടുത്തു, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ അദ്ദേഹം എന്ത് തീരുമാനമെടുത്തില്ല. ഇതെല്ലാം ഒരു അളവുകോലായി ജനങ്ങളുടെ മുൻപിലുണ്ടാകും വി ഡി സതീശൻ്റെ മികവ് അളക്കുവാൻ. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മികവ് അളക്കുവാൻ യാതൊരു സാധ്യതയും, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു മാനദണ്ഡവും ജനങ്ങൾക്ക് ലഭ്യമല്ല. പ്രതിപക്ഷ നേതാവ് ഇന്ന കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്തു, പ്രതിപക്ഷ നേതാവിന് തീരുമാനമെടുക്കുവാനുള്ള അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടന മികവിൻ്റെ അളവുകോൽ, പ്രകടനമെന്ന് തന്നെ പറയണം, അത് പ്രകടനത്തിലാണ്, പൊതുനിരത്തിൽ അലമ്പുണ്ടാക്കുന്നതിലാണ് എന്ന് ഗ്രാമ്യമായ ഭാഷയിൽ പറയാം. ആ അലമ്പുണ്ടാക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ കഴിഞ്ഞേ ആളുകളുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചെറിയ ആശങ്കയുണ്ട്. കാരണം ഈ നിരന്തരമായിട്ടുള്ള സമരങ്ങളും പൊതു പ്രശ്നങ്ങളിൽ ഇടപെട്ടുള്ള അലമ്പുണ്ടാക്കലുകളും ഒരു കോലാഹലമുണ്ടാക്കി ഒരു പുകമറ സൃഷ്ടിക്കുന്നൊരു പ്രക്രിയയുണ്ടല്ലോ. വി എസ് അച്യുതാനന്ദൻ്റെ പഴയ വാഴവെട്ട് പോലെ. പ്രേക്ഷകർക്ക് അത് ഓർമ്മയുണ്ടാകുമോ എന്നറിയില്ല. കാരണം ഈ അരി കൃഷി ചെയ്യേണ്ട വയലിൽ വാഴ നട്ടു എന്ന് ആരോപിച്ച്, അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്ന് കരുതിയ സ്വകാര്യ വ്യക്തികളുടെ വയലിൽ കടന്നു കയറി വാഴകളെല്ലാം വെട്ടി എറിഞ്ഞ് വാഴയും വെട്ടിപ്പിടിച്ച് കയ്യിൽ തൂക്കി നിൽക്കുന്ന വി എസ് അച്യുതാനന്ദൻ്റെ പടം കുറേയെങ്കിലും പ്രേക്ഷകർക്ക്, കുറച്ച് പ്രായമുള്ള പ്രേക്ഷകർക്കെങ്കിലും ഓർമ്മയുണ്ടാകും. അങ്ങനെ ഒരു പ്രകടനം മതി പ്രതിപക്ഷ നേതാവിന് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാൻ. അലമ്പുണ്ടാക്കിയാൽ മതിയെന്ന് ചുരുക്കം. ആ അലമ്പുണ്ടാക്കുവാനുള്ള ആരോഗ്യം പിണറായിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യത അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തെളിഞ്ഞു കിടപ്പുണ്ട്. അതിൽ സൂക്ഷിക്കേണ്ടത് വി ഡി സതീശനും ബി ജെ പിക്കാരുമാണ്. കാരണം ഈ ഒരു പ്രതിച്ഛായ അദ്ദേഹം വർദ്ധിപ്പിച്ച് ഇനി കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ തിരികെ വന്നാൽ ജനങ്ങൾ നിങ്ങളെ കുറ്റം പറയുള്ളൂ. വി ഡി സതീശനെ കുറ്റം പറയും. ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരെ ജനം ഒരു കുറ്റാരോപണത്തിൻ്റെ ചൂണ്ടുവിരലിൻ്റെ മുൻപിൽ നിർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമുണ്ട്. അതുണ്ടാകാൻ അത് സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. കാരണം ഈ ഒരു ഇത്തരത്തിലുള്ള ഉടായിപ്പുമായി തെരുവിൽ കോലാഹലം സൃഷ്ടിക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങുമ്പോൾ അവരുടെ ഈ ഉടായിപ്പ് തുറന്നു കാണിക്കേണ്ടത്, അവരുടെ ഈ ഒരു പൊള്ളത്തരം തുറന്നു കാണിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, പ്രത്യേകിച്ച് ബി ജെ പിയുടെ. അത്രമാത്രം പറയുന്നു. എന്തായാലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റതിൽ വളരെയധികം സന്തോഷം. വൈകിയ വേളയിലാണെങ്കിലും ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.